ഈ ക്രിമിനൽസ് എല്ലാം എന്താ ഹാജരാവാത്തത്? അലക്സ്, സ്ലം മണി, ഇവർക്കൊക്കെ എന്ത് പറ്റി? അത് പിന്നെ ഇപ്പൊ അവരെവിടെ ഉണ്ടാവാ? അതെ, ഇവിടെ സ്ലം മണിയുടെ വീട് ഏതാണ്? മാഡം, ഈ കോളനിയിലുള്ളവരെല്ലാം ഇങ്ങനെയാ. പോലീസുകാരെ കാണുന്നതേ അവർക്ക് ഇഷ്ടമല്ല. ഗോ ആൻഡ് സെർച്ച്. ഡോ, അലക്സ്, സ്ലം മണി, ഇവരുടെയൊക്കെ വീട് എവിടെയാ? നിന്നോടാ ചോദിക്കുന്നത്. എവിടെയാ അലക്സിന്റെയും സ്ലം മണിയുടെയും വീട്? പറയുന്നുണ്ടോ? അല്ലെങ്കിൽ എന്താണ് നിന്റെ മുഖത്തൊരു പുച്ഛം? സ്ലം മണിയുടെ അലക്സിന്റെ വീട് എവിടെയാന്നല്ലേ എന്നോട് ചോദിച്ചോണ്ടിരിക്കുന്നത്? ഞാനടി മണി, സ്ലം മണി. നിനക്ക് എന്തോന്നാ വേണ്ടേ? നീ താനെ വന്ന് ജീപ്പ് കയറാണെങ്കിൽ സേഫ്. ഞാൻ അങ്ങോട്ട് വന്നാ നിന്റെ ഷേപ്പ് ഉണ്ടാവില്ല. എങ്ങനെ, നീ വരുന്നോ അതോ ഞാൻ വരണോ? എടി പോലീസേ, നിന്നെ പോലത്തെ ഒരുപാടെണ്ണത്തിനെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നെ നീ ചെരക്കാൻ വന്നതാണാ? ചെരച്ചു നോക്ക്, എല്ലാത്തിനെയും കൊത്തിയെരിഞ്ഞ് തള്ളും ഞാൻ. എന്റെ അടുത്തോട്ട് അങ്ങനെ വന്നാ ചെതറിപ്പോവും. കൊള്ളാലോ. സാധാരണ ആക്ഷൻ എടുക്കുന്നതിന്റെ മുന്നേ വാൺ ചെയ്യുന്നത് എന്റെ ശീലമാണ്. എണീറ്റ് വാടാ. നീ ആരോടാ സംസാരിക്കുന്നറിയോ? ഞാനാടി സ്ലം മണി. മതി, പോയി ജീപ്പിൽ കയറും. എന്തോന്ന്? ഞാനാ പോലീസ് ജീപ്പിലാ? എടി പെങ്കൊച്ചേ, നിന്നെ പോലുള്ള ഒരുപാടെണ്ണത്തിനെ ഞാൻ റേപ്പ് ചെയ്ത് കൊന്നിട്ടുണ്ട്. അന്ന് പോലും ഞാൻ പോലീസ് ജീപ്പിൽ കയറിയിട്ടില്ല. എന്നോട് പറയാ പോലീസ് ജീപ്പിൽ കയറാൻ. പോയി ജീപ്പിൽ കയറ്. കേറിയില്ലെങ്കിൽ നീ എന്തോന്ന് ചെയ്യൂടി? കേരളത്തിന്റെ ജീപ്പിലേക്ക്. എടി കൊച്ചേ, നിനക്ക് ജീവനോടെ വീട്ടിലെത്തണമെന്ന് ആഗ്രഹമില്ലടി? എന്താണ് ഇവിടെ കിടന്ന് ചെലക്കുന്നേ? അൽത്താഫ്, ആ ദൈവം ജീവൻ തരും. അൽത്താഫ് എന്ന ഈ ദൈവം ജീവൻ എടുക്കും. കാക്കിയുടെ മണവേ എനിക്ക് ഇഷ്ടമല്ല. അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നതിന്റെ മുന്നേ നീ തന്നെ വന്നു അല്ലേ? എന്റെ കയ്യിൽ നിന്ന് കിട്ടുന്നതിന്റെ മുൻപ് നീ തന്നെ പോയി ജീപ്പിൽ കയറ്. മര്യാദക്ക് ഇവിടെ നിന്ന് പോവാൻ നോക്ക്. ഇല്ലെങ്കിൽ ഇവിടെ വെച്ച് എല്ലാവരും ചേർന്ന് നിന്നെ ബലാത്സംഗ ചെയ്ത്
മാഡം, ഇവ മരിച്ചു. ഇവനും ചത്തുപോയി മാഡം. തീവ്രവാദികൾ മരിച്ചാൽ നാട് രക്ഷപ്പെടും, ഗുണ്ടകൾ മരിച്ചാൽ സമൂഹവും. ഇവന്മാരെ അറസ്റ്റ് ചെയ്തിട്ട് എന്ത് കാര്യം? അതേ സാക്ഷി, അതേ ലോയേഴ്സ്, അതേ കോടതി. ഇവരെ മോചിപ്പിക്കും, വീണ്ടും ഇവിടെ വന്ന് അക്രമങ്ങൾ തുടങ്ങും. അതേ പോലീസ്, അതേ കോടതി ഇവരെ രക്ഷപ്പെടുത്തും. ഇവന്മാരെ കൈയോടെ കൊന്നു കളയണം. നീ എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നേ? ഇപ്പോഴല്ലേ ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്തുള്ളൂ, അപ്പോഴേക്ക് 2 എൻകൗണ്ടറോ? നീ എന്താ പോലീസ് ഓഫീസറാണോ അതോ പ്രൊഫഷണൽ കില്ലറോ? സോറി സർ, ഞാൻ കൊന്നത് നാടിനു വേണ്ടി പോരാടിയ പോരാളികളെയല്ല, ഗുണ്ടായിസം നടത്തുന്ന ക്രിമിനൽസിനെയാണ്. ക്രിമിനൽസ് അല്ലേ? അറസ്റ്റ് ചെയ്ത് കേസിട്ട് കോർട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യേ. അതല്ലാതെ നിനക്ക് എൻകൗണ്ടർ ചെയ്യാൻ ആരാ അധികാരം തന്നത്? താങ്കൾ തന്നെയല്ലേ സർ? What nonsense are you talking? I'm right, sir. 2008 October 24th. ഇതേ ഗുണ്ടകളെ എൻകൗണ്ടർ ചെയ്യണമെന്ന് താങ്കളാണ് പെർമിഷൻ തന്നിരിക്കുന്നത്. എന്നാൽ ഇത്ര വർഷം കഴിഞ്ഞിട്ടും എൻകൗണ്ടർ പോട്ടെ സർ, അവരെ അറസ്റ്റ് ചെയ്യാനുള്ള ധൈര്യം പോലും ഈ ഡിപ്പാർട്ട്മെന്റിൽ ഇല്ലാതെയായി. വൈ? അവര് തരുന്ന കൈക്കൂലിക്കോ അല്ലെങ്കിൽ അവരുടെ ബാക്ക്ഗ്രൗണ്ടിനോ, അതും അല്ലെങ്കിൽ ജീവന് പേടിച്ചിട്ടോ? 2008 എൻകൗണ്ടറിന് ഓർഡർ കൊടുത്തത് ശരി തന്നെയാണ്. എന്നാ അവരിപ്പോ നല്ല രീതിയിലാണ് ജീവിക്കുന്നത്. ഓഹോ, നന്നായി ജീവിക്കുന്ന വെച്ചാൽ അതെങ്ങനെയാണ് സർ? പട്ടാപ്പകലിൽ നടു റോട്ടിൽ വെച്ച് കമ്പും വടിയുമായി പാവപ്പെട്ട ജനങ്ങളെ പേടിപ്പിക്കുന്നതോ? അല്ലെങ്കിൽ അവരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞാൽ പോലീസുകാർ പേടിക്കുന്നതോ? അതും അല്ലെങ്കിൽ ഒരു ലേഡി ASP ആയി ഞാൻ അവരെ സ്റ്റേഷനിലേക്ക് വിളിക്കുമ്പോൾ പബ്ലിക് പ്ലേസിൽ വെച്ച് എന്നെ ഗ്യാങ് റേപ്പ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുന്നതാണോ നിങ്ങളുടെ നല്ല നടപ്പ്? അതുകൊണ്ട് ഷൂട്ട് ചെയ്യണോ വേണ്ടേ? അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കിയാ വേണ്ടത്. സർ, ഞാൻ കാക്കിക്കുപ്പായം ധരിച്ചിരിക്കുന്ന ഒരു അലങ്കാരത്തിനല്ല, പിസ്റ്റൽ വെച്ചിരിക്കുന്നതും ഭംഗി നോക്കാനല്ല, അന്യായത്തിനെതിരെ ശക്തമായി പോരാടാൻ വേണ്ടി തന്നെയാണ്, ന്യായമായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തന്നെയാണ്. ഗുഡ്, വെരി ഗുഡ്. ഇതുപോലൊരു സ്ട്രിക്റ്റ് ആയ ഓഫീസർക്ക് വേണ്ടിയാണ് ഇത്ര നാൾ ഞാൻ കാത്തിരുന്നത്. ആ നാടിന് നിന്നെ പോലുള്ള ഓഫീസറിനെയാ വേണ്ടത്. കാരണം ആ നാട്ടിൽ നല്ല വിത്തുകളെക്കാളും അസുര വിത്തുകളാ കൂടുതൽ. പോ, എല്ലാത്തിനും പിഴുതുകളാ. യെസ് സർ. ഗുഡ് ലക്ക്. താങ്ക് യു സർ. ഇതുവരെ ഈ നാട്ടിലെ പോലീസുകാരുടെ പ്രവൃത്തികൾക്കെതിരെ മൊത്തം കേരളത്തിലും വളരെ മോശമായ അഭിപ്രായമാണെന്ന് എനിക്ക് അറിയാൻ സാധിച്ചു. സർക്കാർ നിങ്ങൾക്ക് എന്തെങ്കിലും കുറവ് വരുത്തിയിട്ടുണ്ടോ? കൈ നിറച്ച ശമ്പളവും ക്വാർട്ടേഴ്സ് ഉണ്ട്, ജീപ്പുണ്ട്, അതിന് ഇന്ധന ചെലവും തരുന്നുണ്ട്, ദേഹത്തണിയാൻ യൂണിഫോമും തരുന്നുണ്ട്, അത് കഞ്ഞിട്ട് അലക്കി തേക്കാൻ കാശും തരുന്നുണ്ട്. എന്നാൽ ലോ ആൻഡ് ഓർഡർ നെഗ്ലെക്ട് ചെയ്യുന്ന പാരാ എലമെന്റ്സിനെ പുറത്തുവിട്ട് പാവപ്പെട്ട ജനങ്ങളുടെ സമാധാനം നിങ്ങൾ നശിപ്പിച്ചു. വൈ? ഇതിനു മുൻപ് വരെ സംഭവിച്ചത് ഇനി ആവർത്തിക്കാൻ പാടില്ല. നിങ്ങളുടെ കൈകൾക്ക്, കാലിന്, ബൂട്ട്സിന്, ലാത്തിക്കെല്ലാം സല്യൂട്ട് ചെയ്യുന്ന പൊതുജനങ്ങളുടെ കൈകൾ നിങ്ങളുടെ കഴുത്ത് ഞെരിക്കുന്നതിന്റെ മുന്നേ ഈ നാടിനു വേണ്ടി ആത്മാർത്ഥമായി ജോലി ചെയ്യുന്നവരുടെ പട്ടികയിലേക്ക്
നമ്മൾ എത്തിച്ചേരണം. ഒരു ഗുണ്ട പോലും അവശേഷിക്കാൻ പാടില്ല. എല്ലാത്തിനും പൊക്കിയെടുക്കണം. പൊതുജനങ്ങൾക്ക് നമ്മൾ വേണം സമാധാനം കൊടുക്കാൻ. അണ്ടർസ്റ്റാൻഡ്? Yes, madam.